അവിടെ അങ്ങനെ ഞാൻ മറ്റേ പറയാവേ വിളിക്കാം. അടക്കില്ല കേറിയിട്ട് അടക്കല്ലേ. എന്തോ ഞാൻ വിളിക്കാം. ഞാൻ വിളിക്കാം. അപ്പുണ്ണി ഞാൻ കണ്ടില്ല, അന്നേരം ഉണ്ടായിരുന്നു. അല്ലടാ, റിലീസിനെടുത്താ. മൊത്തം എത്ര വണ്ടിയുണ്ട് വീട്ടില്? എന്തിനാ നമ്മള് നമ്മുടെ പൊങ്ങച്ചം പറയാൻ വേണ്ടി മീഡിയ യൂസ് ചെയ്യുന്നൊന്നും പറയരുത്. നമ്മൾ ഓരോരുത്തരും അവരുടെ സാഹചര്യം. ഇത് പൊങ്ങച്ചല്ല, മമ്മൂക്കയ്ക്ക് വണ്ടിയോട് ഭയങ്കര താല്പര്യമല്ലേ, ക്രേസ് അല്ലേ, അതുകൊണ്ടാ ചോദിക്കുന്നത്. അങ്ങനെയല്ല, അങ്ങനൊന്നും ക്രേസിനനുസരിച്ച് വാങ്ങാനൊന്നും എൻ്റെ ഇല്ല മോനെ. തണുപ്പ് കൊണ്ടുപോകാൻ ഇച്ചിരി ചൂടത്ത് അതിനുള്ളതേ ഉള്ളൂ. പിന്നെ സമയത്ത് എത്തിച്ചേരാനും വേണ്ടിയുള്ള ഒരു ഇത്. ഞാൻ ഓടി ഓടിച്ചതാണ് വൈറലായത്. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ ഭയങ്കര ചമ്മല. എനിക്ക് എത്ര വണ്ടിയുണ്ട്, എൻ്റെ ഡ്രസ്സിന്റെ വില, ഇതൊക്കെ ചോദിക്കാൻ എനിക്ക് താക്കാം. ആ സാധനം കട്ട് ചെയ്യണം കേട്ടോ. വണ്ടി എത്ര ചേച്ചി ചേട്ടൻ ഒരു ദിവസം കൊണ്ടുവരണം കേട്ടോ. ചേട്ടൻ വരാത്ത ഞങ്ങൾ എല്ലായിടത്തും. അത് ചേട്ടൻ ഇപ്പം അന്ന് മോൻ വന്നില്ലേ, എന്നിട്ട് നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ എന്ത് വിളിച്ചിട്ടാ. ഭയങ്കര ചമ്മല. ഞങ്ങൾ പറയാം, എനിക്കാണ് തൊലിക്കട്ടി ഭയങ്കര കൂടുതൽ. പാവം അതെങ്ങ് ഇരിക്കത്തില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മോളുടെ ഇതിന് ദുബായിക്ക് വന്ന് രാവിലെ വിളിച്ചു. ആര് പഠിക്കാൻ അവിടെ ദുബായില് കോഴ്സ്. എന്ത് കോഴ്സാ? അങ്ങനെ എടുത്താൽ പൊളി. ഇനി പോട്ടെ. താങ്ക് യു. പൊടി പാറിച്ചൊന്നും എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഇതിട്ട് വന്ന് ഒരു കാര്യമില്ലാതെ തെറി പറയാനിരിക്കുന്നവരും ഉണ്ട് കേട്ടോ. അത് കാണുമ്പോൾ സങ്കടമാണ്. ഓക്കെ, ബൈ ബൈ. നിങ്ങളുടെ സന്തോഷത്തിന് ഞാൻ കൂട്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. അല്ലാണ്ട് ചില എന്തോ അത് കമന്റ് വായിക്കുന്ന എനിക്കല്ലോ. ഓക്കെ, ഒരു ദിവസം നിങ്ങൾ എൻ്റെ ഹസ്ബൻഡിനെ ഒക്കെ പരിചയപ്പെട്ട് വീട്ടിൽ കൊണ്ടുപോകാം കേട്ടോ. അതൊരു ഒരു ചാനൽ പരിപാടിക്ക് വേണ്ടിയല്ല, ഒന്നും വേണ്ട. ഓക്കെ, അറിയാം, വന്നിട്ടുണ്ട്. ശരി മക്കളെ, ബൈ ബൈ.